ഈരാറ്റുപേട്ടയിൽ ഒരു മനോഹരമായ മാതൃകയുടെ വാർത്ത കണ്ടു. ഞാൻ ഏതോ ഒരു പത്രത്തിലെ കുറിപ്പാണ് കണ്ടത്. പക്ഷേ അത് കേരളത്തിലെ പല ജില്ലകളിലെയും താലൂക്കുകളിലെയും മസ്ജിദുകൾ അതൊരു മാതൃകയായി എടുക്കേണ്ടതാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഈ പള്ളികൾ കേന്ദ്രീകൃതമായി കുറച്ച് മനുഷ്യരെത്തിച്ചേരുന്നു. അതുതന്നെ സംഘടനകൾ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകുന്നു. അതിനിടയിൽ തന്നെ മറ്റു പല ആളുകളും ഇതിലേക്ക് വരുന്നു. എന്നാൽ ചെറുപ്പക്കാരായ മനുഷ്യരിൽ പലരും പലയിടങ്ങളിലേക്കും പല ദുശീലങ്ങളിലേക്കും ദുരുപയോഗങ്ങളിലേക്കുമൊക്കെ വഴിമാറുന്ന കാലത്ത് ഇത്തരം ചില മാതൃകകൾ പള്ളിയുടെ മാതൃകകൾ തന്നെയാണ്, പ്രവാചക മാതൃകയുമാണ്. ദീക്ഷയുടെ വലിപ്പം നോക്കി അതിൽ അടിപിടി കൂടുന്ന മുസ്ലിം സംഘടനകൾ യഥാർത്ഥത്തിൽ അമ്പെയ്ത്തും ഗുസ്തിയുമൊക്കെ ചെറുപ്പക്കാരെയും കുട്ടികളെയും പഠിപ്പിക്കണമെന്ന് പറഞ്ഞ പ്രവാചക സുന്നത്തിനെക്കുറിച്ചും മൗനം പാലിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു ഫുട്ബോൾ മത്സരം, അതായത് ഇൻ്റർ മസ്ജിദ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ അൻസാർ മസ്ജിദ് ജേതാക്കൾ എന്ന് പറയുന്ന വാർത്തയാണ് കണ്ടത്. ഈരാറ്റുപേട്ടയിൽ ഞാൻ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായ മസ്ജിദുകൾ ചേർന്നിട്ട് ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചതിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ മസ്ജിദുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന് സുജൂദ് ചെയ്യാനുള്ള സ്ഥലങ്ങളാകുമ്പോഴും ആ മഹല്ലുകൾ എന്ന് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള കേന്ദ്രങ്ങളാണ്. അവിടുത്തെ എൻ്റെയർ മനുഷ്യ സമൂഹം, വിശ്വാസികളായ ആളുകളും നിങ്ങളോട് സഹകരിക്കാൻ താല്പര്യമുള്ളവരുമെല്ലാം ആ മഹല്ലിൻ്റെ ടെറിട്ടറിയിൽ നിങ്ങളുടെ പരിഗണന, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ഇടപെടലുകൾ അർഹിക്കുന്നവരാണ്. അത് കൃത്യമായ പ്രവാചകചര്യയാണ്. എനിക്ക് തോന്നുന്നു മുസ്ലിം സമുദായത്തിലെ ഒരു സംഘടനകൾക്കും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ നിരവധി സംഘടനകൾ വരുമ്പോൾ അതിനകത്തുള്ള സുന്നി അംഗീകരിക്കുന്നില്ല, മുജാഹിദ് വേറൊരു പള്ളിയിൽ പോകാനായിട്ട് 10 കിലോമീറ്റർ അപ്പുറം പോകുന്നു, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ തുടരുന്നുണ്ട്. അതൊന്നും നിർത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. ആവശ്യപ്പെട്ടാൽ നിർത്താനും പറ്റില്ല നിങ്ങൾക്ക്. അത് ഖിയാമത്ത് വരെ തുടർന്നുകൊണ്ടേയിരിക്കും. ഏത് മര്യാദയ്ക്കുള്ള ആളാണെങ്കിലും അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞാൽ അവരുടെ രൂപം മാറും, ഭാവം മാറും, സമരത്തിൻ ഗതി ആകെ മാറും എന്നൊക്കെ പണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ മുദ്രാവാക്യം വിളിച്ചതുപോലെ അവരെല്ലാവരും തിരിയും. അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മസ്ജിദുകൾ കേന്ദ്രീകരിച്ച്, മഹല്ലുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും അതുപോലെ വനിതകളുടെയും ഒക്കെ കലാകായിക സാംസ്കാരിക പുരോഗമനത്തിന് ഉതകുന്ന പദ്ധതികൾ കൂടി ആവിഷ്കരിക്കേണ്ടത് മഹല്ലുകളുടെ ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്. നബിദിനത്തിന് കുറച്ച് ചോറ് വെച്ച് കൊടുക്കുക, നോമ്പ് 30 ദിവസവും നോമ്പ് തുറ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ അതുപോലുള്ള പള്ളിയിലെ തേങ്ങ ലേലം വിളിക്കുക, അല്ലെങ്കിൽ മരം ലേലം വിളിക്കുക, പാക്ക് ലേലം വിളിക്കുക തുടങ്ങിയ പരിപാടികൾ മാത്രമല്ല. യഥാർത്ഥത്തിൽ ഇന്നത്തെ മുസ്ലിം ചെറുപ്പക്കാർ മുഴുവൻ മറ്റു പല മേഖലകളിലേക്കും വഴിമാറിപ്പോകുമ്പോൾ മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരും പല കാരണങ്ങളിൽ അകന്ന് വർഗീയ വിഭാഗീയ സംഘങ്ങളോടൊപ്പം ചേരുമ്പോൾ, മദ്യപാനികളാവുമ്പോൾ, മയക്കുമരുന്നിൻ്റെ അടിമകളാവുമ്പോൾ, അത് ഉപയോഗിക്കുന്നവരും കച്ചവടം നടത്തുന്നവരും ആവുമ്പോൾ, പിന്നെ ഈ പഴഞ്ചൻ കാലത്തെ കുറേ പ്രഭാഷണ ചരക്കെല്ലാം കൂടി ഇറക്കി വെച്ച് പുതിയ തലമുറയിലെ ആരും അങ്ങോട്ട് വരാതിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കലാകായിക വിനോദങ്ങളിലൂടെ കൂടി അവരെ ചേർത്ത് പിടിക്കേണ്ടത് ആവശ്യമാണ്. അതിലാണ് ഈരാറ്റുപേട്ടയിൽ ഈ മാതൃക കണ്ടത്. അതിൽ ഉദ്ഘാടനം ചെയ്ത ഒരു CIO SIO പറയുന്നത്, ഇങ്ങനെ മസ്ജിദുകളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംഗതി കാണുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. എനിക്കും ആ വാർത്ത കേട്ടപ്പോൾ ആശ്ചര്യവും അത്ഭുതവും തോന്നി. വളരെ നൂതനമായ പരിപാടി, അത്യാവശ്യമുള്ള പരിപാടി. ഇപ്പോൾ നമ്മുടെയൊക്കെ താലൂക്കുകളിൽ 10, 40, 50 മസ്ജിദുകളുണ്ട്. ഓരോ മസ്ജിദുകൾക്കും അത്തരത്തിലുള്ള ഫുട്ബോൾ ടീമുകൾ ഉണ്ടാക്കി കളിക്കാനുള്ള ഇടങ്ങൾ പല പള്ളികളുടെ പരിസരത്തുമുണ്ട്. അല്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും പരിശീലിച്ചോളൂ. എന്നിട്ട് നല്ല ക്യാഷ് പ്രൈസൊക്കെ വെച്ച് ഏതെങ്കിലും മൈതാനത്ത് വെച്ച് കൃത്യമായി അതിന് റഫറിയിങ് ഒക്കെ വെച്ച് എല്ലാ മഹല്ലുകളും കമ്മിറ്റികളും ചേരുന്ന ഒരു സമിതിയൊക്കെ വെച്ച് അത് മനോഹരമായി സംഘടിപ്പിച്ചാൽ ശരിക്കും ഒരു നാടിൻ്റെ ഉത്സവത്തോടൊപ്പം ഈ പള്ളികളുമായി ചെറുപ്പക്കാർ കൂടി അടുത്ത് വരുന്നതിന് ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. ഇപ്പോൾ പള്ളികളിലൊക്കെ വന്നാൽ കുറേ പള്ളികളിൽ മറ്റു കുറേ സംഘടനകളെ ചീത്ത പറയുക, അല്ലെങ്കിൽ മറ്റു കുറേ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ അവരുമായി താതാത്മ്യം പ്രാപിക്കാതിരിക്കുക. യൗവനത്തിലൊക്കെ എല്ലാവരുടെയും പ്രയോറിറ്റിയാണ് സ്പോർട്സും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അതിനുകൂടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു പരിപാടി എന്നുള്ള നിലയിലാണ് ഞാനിതിനെ കാണുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല, എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, എത്ര നാൾ കൊണ്ട് ചെയ്യുന്നു. അതൊക്കെ ഈരാറ്റുപേട്ട ആയതുകൊണ്ട് അകലെയൊന്നുമല്ല. നിങ്ങൾക്കാർക്കും അത് പോയി പഠിക്കുകയോ അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്യാവുന്നതാണ്. അതൊരു നല്ല ഏർപ്പാട് കൂടിയാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. പ്രത്യേകിച്ച് ദറസുകളും പള്ളി ദറസുകളുമൊക്കെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അനാഥ മന്ദിരങ്ങളുമൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ കുട്ടികൾ അമിതമായി ഭക്ഷണം കഴിച്ച്
ബ്രോയിലർ കോഴി പോലെയായി മഹാരോഗികളായി തീരുന്നൊരവസ്ഥ കൂടി ഉണ്ട് എന്നുള്ളത് മറന്നു പോകാതിരിക്കട്ടെ.